Hi all, my name is Denson David. This is the day 3 of creating new online business without any investment. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ബിസിനസ് മോഡലിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്ത് നീഷാണ്, എന്ത് ടോപ്പിക്കാണ് നമ്മൾ ഈ ബിസിനസ് മോഡലിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴിയാണ് നമ്മൾ ബിസിനസ് റൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് എന്ത് നീഷ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു, ഞാൻ വീഡിയോ ക്രിയേഷൻ ത്രൂ ആണ് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസിൽ കിട്ടുന്ന വ്യൂസാണ് നമ്മുടെ കസ്റ്റമേഴ്സാക്കി മാറ്റുന്നത്. സോ അതുമായിട്ട് ബേസ് ചെയ്തിട്ട് ഞാൻ സെലക്ട് ചെയ്ത ഒരു നീഷാണ് പെറ്റ്സ്. അതായത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന നമ്മുടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഡോഗ് ആൻഡ് ക്യാറ്റ്സ്. ഈ പെറ്റ് നീഷ് വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പെറ്റ്സിൻ്റെ ഫണ്ണി വീഡിയോസ് വാട്ട് എവർ ഇറ്റ് ഈസ് അതെടുത്ത് ഞാൻ നമ്മുടെ പേജിൽ റീപോസ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്നും കിട്ടുന്ന വ്യൂസ് നമ്മൾ ഒരു 1000 വ്യൂ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്നൊരു 10 വ്യൂസ് എങ്കിലും നമ്മുടെ ലിങ്കിൽ കയറി നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഈ ബിസിനസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് പെറ്റ്സ് ചൂസ് ചെയ്തെന്നതിനെ പറ്റി ഒരു ചെറിയൊരു റിസർച്ച് ഞാൻ നടത്തിയിരുന്നു. ഗ്ലോബലി ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടാനും കുറച്ചും കൂടി എല്ലാ ടൈപ്പ് ഓഡിയൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടൻറ്റാണ് പെറ്റ് റിലേറ്റഡ് കണ്ടൻറ്റ്. അതായത് ഇപ്പോൾ ഡോഗ് ആണെങ്കിലും ക്യാറ്റ് ആണെങ്കിലും ഒരു ഏജ് ഡിഫറൻസ് ഇല്ലാതെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു കണ്ടൻ്റ് ആയിരിക്കും ഈ പെറ്റ്സിൻ്റെ. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യൂറോപ്പ് ആൻഡ് US അവിടെ ഒരു പെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു മോർ ദാൻ ഇന്ത്യയിൽ കൂടുതൽ അവർക്ക് പെറ്റ് എന്ന് പറഞ്ഞാൽ അവരൊരു ഫാമിലി മെമ്പറിനെ പോലെയാണ് അവർ പെറ്റിനെ കൺസിഡർ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ളൊരു ഗ്ലോബൽ റീച്ച് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ പെറ്റ്. സോ അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ ഈ പെറ്റ്സിൻ്റെ വീഡിയോസ് ഞാൻ റീപോസ്റ്റ് ചെയ്യും. എൻ്റെ പേജിൽ റീപോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ സാധനം എങ്ങനെ ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളെ ഇനിയുള്ള ജേണീസ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ.